கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே. ദേഷ്യം തോന്നുന്നില്ലേ? നമ്മളോട് ദേഷ്യം തോന്നുന്നില്ലേ? ഇല്ല. என்ன காயமான போதும் என் மேனி தாங்கிக் கொள்ளும் உந்தன் மேனி தாங்காது செந்தேனே. ഇത്ര അപമാനിക്കപ്പെട്ടിട്ടും ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന നിങ്ങളെ നിരാശപ്പെടുത്തിയിട്ടും എന്തിനെങ്ങനെ സപ്പോർട്ട് ചെയ്തേ? ഇഷ്ടമാണ്. மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல, அதையும் தாண்டி புனிதமானது. എത്ര തോറ്റാലും ഇഷ്ടമാണ്. എനിക്ക് ആകെ വിഷമം തോന്നുന്നത് ഈ മത്സരം കാണാനായിട്ട് ബാംഗ്ലൂർ വരെ പോയ ആരാധകരെ കുറിച്ച് ഓർത്തിട്ടുണ്ട്. ആ സ്റ്റേഡിയത്തിൽ നിന്നും തലകുനിച്ചിറങ്ങി വരിക എന്ന് പറയുന്ന ഒരു അവസ്ഥ എത്രമാത്രം ഫ്രസ്ട്രേറ്റിംഗ് ആണെന്നുള്ള കാര്യം എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ അറിയാം. ഇതിനു മുൻപും നമ്മൾ ഒരുപാട് തവണ അനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആ ആരാധകരെ കുറിച്ച് ഓർത്തിട്ടാണ് കുറച്ച് വിഷമമുള്ളത്. കഴിഞ്ഞ മത്സരത്തിലെ വിജയം നമുക്ക് ഒരുപാട് പ്രതീക്ഷയാണ് തന്നത്. ആ ടീമിൽ നമുക്ക് ഒരുപാട് വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഈ മത്സരത്തിൽ നമ്മൾ എന്താണ് കാണിച്ചത്? സീസണിലെ മറ്റൊരു മോശം മത്സരത്തോടു കൂടെ ശ്രീകണ്ഠീരവിയിൽ നിന്നും വീണ്ടും നമ്മൾ പരാജയപ്പെട്ട് ഇറങ്ങി വരുന്നു. ഇവിടെ ഒരുപാട് പേര് മത്സരശേഷം റഫറിയെ കുറ്റം പറയുന്നത് കണ്ടു. ബ്രോ സ്റ്റോപ്പ് ഇറ്റ്. ഈ ഒരു മത്സരത്തിൽ റഫറിയുടെ തീരുമാനം കൊണ്ട് നമ്മൾ പരാജയപ്പെട്ടതൊന്നും അല്ല. വളരെ മോശം പ്രകടനം കാഴ്ചവെച്ചു, നമ്മൾ തോറ്റു. ഇവിടെ ഓരോ പ്ലേയേഴ്സിനും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ യെസ് വി പ്ലേഡ് വെൽ, പക്ഷേ അതല്ലല്ലോ ഫുട്ബോൾ. ഇവിടെ ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല ബാംഗ്ലൂർ എഫ്സിയും അത്ര വലിയ മാരക പെർഫോമൻസ് ഒന്നും അല്ല കാഴ്ചവെച്ചിട്ടുള്ളത്. മത്സരത്തിന്റെ ഏറ്റവും അവസാന നിമിഷത്തിൽ ഒരു ക്രൂഷ്യൽ ചാൻസ് ഹാവി ഹെർണാണ്ടസിന് ലഭിക്കുന്നു. അദ്ദേഹം കൃത്യമായിട്ട് വളരെ നീറ്റായിട്ട് അത് യൂസ് ചെയ്യുന്നു, ഗോൾ നേടുന്നു, വിജയിക്കുന്നു. പക്ഷേ ഈ ഒരു എൻറ്റയർ മാച്ച് എടുത്തു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്നും ഓർത്തിരിക്കാൻ പറ്റിയ 1-2 അവസരങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൽ ഗോളായി എന്ന് തോന്നിപ്പിച്ച ഒരവസരം എന്ന് പറയുന്നത് രാഹുൽ KP കളത്തിലേക്ക് വരികയും ഒരു ത്രൂ ബോൾ ലഭിച്ച് സൈഡിൽ നിന്നും ഒരു ഷൂട്ട് അടിച്ച് ഗുർപ്രീത് സേവ് ചെയ്ത് ഫെദോറിന്റെ കാലിൽ വന്ന് അടിച്ചു കളഞ്ഞ ആ ഒരു അവസരമാണ്. എന്നാൽ മറുഭാഗത്ത് ബാംഗ്ലൂരിനാണെങ്കിൽ എസ്പെഷ്യലി സുനിൽ ഛത്രിക്കാണെങ്കിൽ ഒരുപാട് അവസരങ്ങൾ കിട്ടി. പക്ഷെ പുള്ളി എന്തുകൊണ്ടാണെന്നും ഗോളാക്കിയില്ല ഒരു ഐഡിയ ഇല്ല. ബ്ലാസ്റ്റേഴ്സ് മുന്നേറ്റം എനിക്ക് ബാംഗ്ലൂർ FC ഡിഫൻസിനെ ഭേദിച്ചകത്ത് കയറാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും ക്രോസുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. ബാംഗ്ലൂർ ഡിഫൻഡേഴ്സ് ആയിട്ടുള്ള യോനോവിച്ചും ഡാംനോവിച്ചും ദിമിത്രിയോസിനെ കൃത്യമായിട്ട് സ്കെച്ചിട്ട് പൂട്ടി. അതുകൊണ്ട് തന്നെ കമ്പാനിയൻ ആയിട്ടുള്ള നിഹാലിനും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. സെക്കൻഡ് ഹാഫിൽ ഫെദോറിനെ മുന്നേറ്റത്ത് കളിപ്പിച്ചിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. ഈ ഒരു വേഴ്സ് പെർഫോമൻസിനും സ്റ്റിൽ എടുത്തു പറയേണ്ട ഒരു പേരാണ് വിപിൻ മോഹനന്റേത്. പുള്ളി നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് ബാലൻസ് ചെയ്ത് ഈ ഒരു മത്സരം കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ആ ഒരു എൻറ്റയർ ടീമിന്റെ ഒരു ഒഴുക്ക് എവിടെയൊക്കെയോ പാളിക്കൊണ്ടിരിക്കുകയാണ്. നിലവിലെ ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡ് ശോകമാണെന്നല്ല, അവർ വളരെ സ്ട്രോങ് തന്നെയാണ്. പക്ഷെ അവരെ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റം ഉടൻ വന്നില്ലെങ്കിൽ നമ്മൾ വളരെ താഴോട്ട് പോയിക്കൊണ്ടേയിരിക്കും. എന്തായാലും ഇനി ഷീൽഡ് സ്വപ്നങ്ങളൊന്നും നോക്കിയിരിക്കണ്ട. പക്ഷെ ടോപ്പ് 4ലേക്ക് മാക്സിമം എത്താൻ ശ്രമിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ് ഇപ്പൊ മുന്നിലുള്ളത്. ഇനി നമുക്ക് വരാനുള്ളതും വലിയ മത്സരങ്ങൾ തന്നെയാണ്. സെറ്റ് ബാക്കുകൾ ഇതിനു മുൻപും ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെക്യൂർഡ് പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. അതെ, ഈ മത്സരത്തിൽ നമ്മൾ അപമാനിക്കപ്പെട്ടു. പക്ഷേ ഫുട്ബോൾ ഇവിടെ അവസാനിക്കുന്നില്ല. നമുക്ക് വേണ്ടി മാത്രമായി ഒരു നാൾ സൂര്യൻ ഉദിക്കുക തന്നെ ചെയ്യും.